ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പം ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളൊരു യാത്ര പോവാണ്. എവിടെയാന്ന് വെച്ചാൽ ഗുരുവായൂരിലേക്കാണ്. അപ്പം സമയം ഇപ്പം രാവിലെ 3:30 കഴിഞ്ഞു. നമ്മളൊരു 5 മണിക്കെങ്കിലും ഇറങ്ങാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം ആദ്യത നല്ല ഉറക്കം കണ്ടില്ലേ, നല്ല ഉറക്കം. അപ്പം ഇനി ഇവിടുന്ന് നേരെ സിയും സിയുടെ അമ്മയും ബ്രദറും അവരെ കൂട്ടണം. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്ന വഴിയുള്ള വിശേഷങ്ങളൊക്കെ പോകെ പറയാം. അപ്പൊ ഒന്ന് ഫ്രഷ് ആകണം. ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് കാണാം. അങ്ങനെ അമ്മയും ഞാനും ചേട്ടനും മോനും ഒക്കെ ദാ റെഡിയായി. ഇനി നേരെ ചെന്ന് അവരെ കൂടെ കൂട്ടണം. സോ ആദ്യം നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത്. അപ്പൊ ഗൈസ്, നമ്മൾ അവരെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ എത്തിയായിരുന്നു. നമ്മൾ വണ്ടി റോഡ് സൈഡിലായിട്ടാണ് പാർക്ക് ചെയ്തത്. അപ്പൊ അവര് വീട്ടിൽ നിന്ന് അവിടെ നിന്ന് നടന്നു വരുവാണ്. അപ്പൊ നമ്മൾ എത്തിയപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ടാവും. അതാണ് പുറത്തെല്ലാം നല്ല ഇരുട്ടായിട്ടൊക്കെ കാണുന്നത്. നേരം വെളുത്ത് വരുന്നതൊക്കെ ഉള്ളൂ. നമ്മൾ ആദ്യം കൊല്ലത്തോട്ടാണ് പോയത്. കൊല്ലത്ത് പോയ എന്തിനാന്നുള്ള ഞാൻ അവിടെ എത്തിയിട്ട് പറയുന്നുണ്ട്. സോ ആദ്യം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അമ്മയെ കൊണ്ടുവിടാൻ വേണ്ടി കൊല്ലത്തേക്കാണ് ആദ്യം വന്നിരിക്കുന്നത്. അമ്മയുടെ ചേച്ചിയുടെ വീടാണിത്. അപ്പം അമ്മയ്ക്ക് ഗുരുവായൂർ വരെ യാത്ര ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ അമ്മ ഇവിടെ ആക്കിയിട്ട് നേരെ പോവും. ഈ സ്ക്രീനിന്റെ ഇതില് റിഫ്ലക്ഷൻ അടിക്കുന്നതാണ്, പുറത്തുള്ള വെട്ടത്തിന്റെയാണ്. ഇഗ്നോർ ചെയ്തേക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ കായംകുളത്ത് എത്തിയപ്പം നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവിടെ ഒരു ആര്യാസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ആദ്യക്കുട്ടിന് നെയ് റോസ്റ്റ് മതി എന്ന് പറഞ്ഞു. അപ്പം ബാക്കി നമുക്ക് എല്ലാവർക്കും മസാല ദോശയാണ് ഓർഡർ കൊടുത്തത്. അങ്ങനെ നമ്മൾ അതെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നന്നായിട്ട് കഴിച്ചു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ നേരെ എറണാകുളം എത്തിയപ്പോഴത്തേക്കും ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ അവിടെ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അന്ന് തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ കയറി തൊഴാനുള്ളത് കൊണ്ട് നമ്മൾ നോൺ വെജ് ആയിട്ടൊന്നും കഴിച്ചില്ല. എല്ലാവർക്കും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതിനാണ് ഓർഡർ കൊടുത്തത്. കറിയായിട്ട് പനീർ ബട്ടർ മസാലയും ചില്ലി ഗോപിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു ജ്യൂസ് കൂടെ മേടിച്ചു. അപ്പം അതൊക്കെ കുടിച്ചു. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. അപ്പം അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ദാ ഇനി നേരെ നമ്മൾ തൃശ്ശൂരിൽ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളുടെ റൂം ബുക്ക് ചെയ്തിരുന്നു. KTTC നന്ദനത്തിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ടാവും. ഇതാണ് റൂം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും നല്ല ഭംഗിയുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവിടുത്തെ സർവീസ് എല്ലാം നന്നായിരുന്നു. നമ്മൾ 2 ഫാമിലി റൂമായിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു 6:30 മണിക്കെങ്കിലും അമ്പലത്തിലേക്ക് കയറി തൊഴണം. അപ്പം അതുകൊണ്ട് അതിന് മുന്നേ പെട്ടെന്ന് കുളിച്ച് റെഡി ആവണം. ഞാനും സിയയും ഒരേ ഡ്രസ് കോഡായിരുന്നു. ധാവണിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു 350 മീറ്ററേ ഉള്ളൂ അമ്പലത്തിലേക്ക്. പിന്നെ നമ്മുടെ പ്രത്യേക കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വൈശാഖ മാസത്തിലായിരുന്നു. ഏറ്റവും പ്രത്യേകത നിറഞ്ഞൊരു മാസമായിരുന്നു കേട്ടോ അത്. അങ്ങനെ തടസ്സങ്ങളൊന്നുമില്ല, നമുക്ക് ഭഗവാനെ കാണാൻ സാധിച്ചു. നന്നായിട്ട് നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ ഇറങ്ങിയപ്പോൾ അവിടെ സൈഡിൽ ഒരുപാട് കടകൾ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഭഗവാന്റെ വിഗ്രഹങ്ങളൊക്കെ അവിടെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് 1-2 സാധനമൊക്കെ പർച്ചേസ് ചെയ്തായിരുന്നു.
അപ്പോൾ ഗൈസ് നമ്മൾ അമ്പലത്തിൽ നിന്ന് നേരെ റൂമിലോട്ട് വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അവരുടെ തന്നെ റെസ്റ്റോറൻ്റാണിത്. നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയപ്പോൾ ഏകദേശം ഒരു 9:30 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാം അവിടെ തീർന്നു. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളതാവട്ടെ എന്നുള്ള രീതിയിൽ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ഞാനും സിയും വീണ്ടും ഒരേ ഡ്രസ് കോഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും അമ്പലത്തിലോട്ടൊന്ന് പോകുന്നുണ്ട്. വേറെ ആരുമില്ല, ഞാനും സിയയും ചേച്ചിയും മാത്രമേ പോകുന്നുള്ളൂ. എന്തെന്ന് വെച്ചാൽ തലേന്ന് നമ്മൾ പാൽപ്പായസം വഴിപാടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മളവിടെ റൂം എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കോംപ്ലിമെൻ്ററി ആയിരുന്നു. ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും സിയയും ചേച്ചിയും കൂടെ നേരെ അമ്പലത്തിലേക്ക് പോകും. അപ്പോൾ പാൽപ്പായസം മേടിക്കാനായിട്ട് ചേച്ചി മാത്രമേ അകത്തേക്ക് കയറിയുള്ളൂ. ഞാനും സിയും പുറത്താണ് നിന്നത്. നമ്മൾ അന്ന് തന്നെ റൂം വെക്കേറ്റ് ചെയ്തായിരുന്നു. ഇനി നേരെ എറണാകുളത്തേക്കാണ് പോകുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ പിറ്റേന്ന് വണ്ടർലയിൽ പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ വഴിയേ വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സീ യു, ടാറ്റാ.